പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ 6-ാം കാണ്ഡമായ യുദ്ധകാണ്ഡത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. രാമായണത്തിലെ അവസാനത്തെ കാണ്ഡവുമാണിത്. രാമായണത്തിൽ അധ്യായം എന്നല്ലല്ലോ, കാണ്ഡം എന്നാണ് പറയുക. മഹാഭാരതത്തിൽ പർവം എന്നതുപോലെ യുദ്ധകാണ്ഡം ഒരേ സമയം രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം കൂടിയാണ്. ഇതാകട്ടെ നമ്മുടെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ രാമൻ എന്ന വ്യക്തിയും രാവണൻ എന്ന വ്യക്തിയും തമ്മിലുള്ളതല്ല, രാമൻ എന്ന ഈശ്വരനും രാവണൻ എന്ന രാക്ഷസനും തമ്മിലുള്ളതല്ല. നമ്മുടെ മനസ്സിൻ്റെ തന്നെ രാമത്വവും രാവണത്വവും തമ്മിലുള്ള സംഘർഷമാണ് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് യുദ്ധകാണ്ഡത്തിൽ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭു രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ. രാമകഥാമൃതപാനപൂർണാനന്ദസാരാനുഭൂതിക്ക് സാമ്യമില്ലേതു നീ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. യുദ്ധം ആകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞ് കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിന ചന്ദ്രാനനെ ചെവി തന്നു മുദാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ ദേവകളാലും അസാധ്യമായുള്ളൊന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതം അശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം.
അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നു പോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരർ ഇക്കാണായ വാനരസഞ്ചയം. വന്യയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാം എന്നു ചൊല്ലുന്നവരില്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ത ജലധിയെ സത്വരം സേതുബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തി അന്വിതമിത്രപുത്രോക്തികൾ യുദ്ധമാകർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ മുമ്പിൽ അമ്മാറു തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കണേ. കോട്ടമതിൽ കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൽ മൂർധ്നി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാനസമാനമാ. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം. നാലു ദിക്കിങ്കലുമുണ്ട് അതിശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ 7 7നും 14 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേല. യന്ത്രപ്പാലപന്തിയാൽ അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ ശക്തരായി. പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ട് 1,00,00,000 നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർത്ഥമുണ്ട് ഉഗ്രതയോട് നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും
നാടകശാല, നടപ്പന്തൽ, പിന്നെയും മജ്ജനശാലയും, മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും, ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപകം പറയാവല്ലനന്ദനും, തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനകം, മൽപിതാവിൻ നിയോഗേന ചൊന്നേൻ ബലാൽ, പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ, അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ട് വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞൊരവിവേകം. ആരാമമെല്ലാം തകർത്തു അതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുട ഭൃത്യരോട്, ഇപ്പോഴേ കൊല്ലുക വൈകാതിവനയെന്ന്. അന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ, അഗ്രജൻ തന്നോട് വാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ, വാലധിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞ് അവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ, ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിയേൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനിക്കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക സുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്ത് ദശാനന ഹുങ്കൃതയും തീർത്ത് സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ. പങ്കജനേത്ര പരംപുരുഷ പ്രഭോ. പ്രിയപ്പെട്ടവരെ, ശ്രീരാമൻ യുദ്ധകാണ്ഡത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ നിശ്ചയിക്കുന്ന ഭാഗമാണിത്. ആ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, ലങ്ക എങ്ങനെയാണ്, ഒന്ന് വിവരിച്ചു തരാം, ഒന്ന് കാണിച്ചു തരാമോ എന്നാണ് ആദ്യം ചോദിക്കുക. വാക്കുകൊണ്ട് കാണിച്ചു തരാമോ എന്നാണ്, ശബ്ദം കൊണ്ട് വിഷ്വലൈസ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. ഹനുമാൻ വെറുതെ ദൂത് പോയതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു രംഗമാണ്. ഹനുമാൻ ഇങ്ങനെ ദൂത് പോകുന്നു, ഇതിനിടയിൽ പലതും സംഭവിക്കുന്നു, ലങ്കയെ ചൊല്ലുന്നു, ഇതിനിടയിൽ സീതയെ കാണുന്നു, ഇതൊക്കെ ചെയ്യുന്നു, രാവണനെ കാണുന്നു, ഒക്കെ എപ്പോഴും ഹനുമാൻ എത്ര കണ്ട് ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളത് നോക്കണം. അതായത് ലങ്കയുടെ ഓരോ ഗോപുരത്തിലുമുള്ള ഗോപുരപാലന്മാരുടെ എണ്ണം വരെ കൃത്യമായി പറയുന്നുണ്ട്, എന്തെന്തൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഭരണാധികാരി എങ്ങനെയാണ് തൻ്റെ രാജ്യം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. അതിന് എഴുത്തച്ഛന് കൃത്യമായി സ്കെച്ചും പ്ലാനും കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഈ കാളിദാസൻ്റെ വായനയായിരിക്കും, കാളിദാസ കൃതികളോടുള്ള സഞ്ചാരമായിരിക്കും. കാളിദാസൻ ഇങ്ങനെയാണ്. കാളിദാസൻ രഘുവംശത്തിൽ, ശ്രീരാമൻ്റെ തന്നെ കഥ പറഞ്ഞ രഘുവംശത്തിൽ കാളിദാസൻ പറയും, ആനാക രഥവർമ്മനാഥ്
എന്നാണ് രഘുവംശത്തിലെ രാജാക്കന്മാരെ കുറിച്ചുള്ള ഒരു വരി കാളിദാസൻ്റെ. ആനാക രഥവർമ്മന എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രജകൾക്ക് വേണ്ടി സ്വർഗം വരെ രഥം നടത്താൻ വേണമെങ്കിൽ ദേവന്മാരോട് യുദ്ധം ചെയ്യാനെന്ന് മനസ്സിലാക്കണം. സ്വന്തം നാട്ടിലെ പ്രജകൾക്ക് വേണ്ടി ദേവന്മാരോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരാണ് ഇക്ഷ്വാകു രാജാക്കന്മാർ. സാഗരത്തോളം ക്ഷിതിയുള്ളവർ, സമുദ്രത്തോളം ഭൂമിയുള്ളവർ, സ്വർഗത്തോളം രഥം നടത്താൻ കഴിവുള്ളവർ. എന്നിട്ടോ സൂര്യൻ കടലിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പോലെ കരം പിരിക്കുന്നവർ. കാളിദാസൻ പറയുന്ന സൂര്യൻ കടലിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പോലെ കരം പിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സൂര്യൻ കുറച്ച് വെള്ളം എടുക്കുകയും പിന്നെ 10,000 ഇരട്ടിയായി തിരിച്ചു വർഷിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സർക്കാർ കരം പിരിക്കേണ്ടതെന്നാണ് കാളിദാസൻ മുതലുള്ള കവികൾ പറയുന്നത്. കവികൾ അപ്രഖ്യാപിത നിയമനിർമ്മാതാക്കളാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. പ്രഖ്യാപിത നിയമനിർമ്മാതാക്കൾ MLA-മാരൊക്കെയാണ്, ക്യാബിനറ്റും ഒക്കെയാണ്. പക്ഷേ അപ്രഖ്യാപിത നിയമനിർമ്മാതാക്കളാണ് കവികളെന്ന് പറയാൻ കാരണം ഇങ്ങനെ വേണം രാജാവ് കരം പിരിക്കാൻ. അല്ലാതെ 30 രൂപ പിരിച്ചിട്ട് 3,300 രൂപയ്ക്കുള്ള കടം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത്. 30 രൂപ പിരിച്ചിട്ട് 30 ലക്ഷം രൂപയ്ക്കുള്ളത് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് കാളിദാസൻ മുതലുള്ള കവികളുടെ രാഷ്ട്രീയ ദർശനം. എഴുത്തച്ഛൻ അതിൽ സ്പർശിച്ചുകൊണ്ടാണ് പറയുന്നത്. രാവണൻ്റെ പ്രത്യേകത, രാവണൻ ദുഷ്ടനാണെങ്കിലും തൻ്റെ നാട്ടിലെ ആളുകൾക്കെല്ലാം സൗഖ്യം ഉണ്ടാകുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഏത് മന്ദിരം എവിടെ എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായി. മന്ത്രശാല പണിതിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണ്. വൃക്ഷങ്ങളൊക്കെ ഉള്ള, പൂക്കളൊക്കെ ഇറക്കാൻ സൗകര്യമുള്ള, ഉദ്യാനമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് മന്ത്രശാല പണിതിരിക്കുന്നു. എന്നാൽ മദ്യശാല നിർജ്ജനമായ സ്ഥലത്താണ്, ജനങ്ങളില്ലാത്ത സ്ഥലത്ത് മദ്യശാല പണിതിരിക്കുന്നു. നിർമ്മലമായൊരു മദ്യശാലയാണ്, മനോഹരമായി അലങ്കരിച്ച നേർത്ത സംഗീതം കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു മദ്യശാല പണിതിരിക്കുന്നു. രാക്ഷസന്മാർക്ക് ഇതൊന്നും നിഷിദ്ധമല്ലല്ലോ. കുറേ അപ്പുറത്ത് എല്ലാത്തിനും കിടങ്ങുകളുണ്ട് ഗോപുരങ്ങൾക്കൊക്കെ ഉള്ളിൽ. പരിചിതനല്ലാത്ത ഒരാൾ കയറിയാൽ അയാളെ വീണു പോകാനും അയാളെ എടുക്കാനും അയാളെ തൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം രാവണൻ നേരത്തെ തന്നെ ഒരുക്കി. ഇന്ദ്രസഭയെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഘടനയാണ് ഇതിനകത്തുള്ളത്. ഒരു കൺസ്ട്രക്ഷനാണ് ഈ ലങ്ക എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉയരത്തിലിരിക്കുന്ന ഒരു രാജ്യം. ഹനുമാൻ ഇത് അവതരിപ്പിക്കുകയാണ്. സംസാരസാഗരത്തിൻ്റെ നടുവിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭോഗകാംക്ഷ രാവണന് കൂടുതലുണ്ടാകുന്നത് എന്നൊരു ധ്വനി കൂടി ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഹനുമാൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ അവിടെ ചെന്നു. ആദ്യം ഹനുമാൻ ഈ വിവരങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, കണ്ടു ഞാൻ സീതയെ എന്നാണ് ആദ്യം പറയുന്നത്. എന്തിനാണോ അയച്ചത് അതാദ്യം പറയുന്നു. ഈ വിവരണങ്ങളൊന്നും അപ്പോൾ നടത്തിയില്ല. ശ്രീരാമൻ ചോദിക്കുമ്പോൾ മാത്രമാണ് ഇത് കൊടുക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ് വേണ്ടതെന്നുള്ളതാണ്. ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിക്കുമ്പോഴാണ്, ആവശ്യപ്പെടുമ്പോഴാണ്, കേൾക്കാൻ താല്പര്യപ്പെടുമ്പോഴാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വിവരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഒന്ന് ചുരുക്കി പറയോ എന്ന് പറയിക്കാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കലാണ് ഏറ്റവും നല്ല പ്രഭാഷകൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ഹനുമാൻ ഉണ്ടായിരുന്നു. ശ്രീരാമനോട് സംസാരിക്കുമ്പോൾ ശ്രീരാമൻ ആകാംക്ഷയോട് കേൾക്കുകയാണ്. ഓരോന്നും സചിത്ര വിവരണമാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഓരോന്നിനെക്കുറിച്ചും വിശദമായി സംസാരിച്ചുകൊണ്ടാണ് ഹനുമാൻ പറയുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് ഇന്നിടത്താണ്, ഇവിടെ 200 പേര് നിൽക്കുകയാണ്, അവിടെ 2000 പേര് നിർത്തിയിട്ടുണ്ട്. ഓരോന്നായി പറയുന്നു. എന്നുവെച്ചാൽ ഹനുമാൻ രാമനോട് പറയുകയാണ്, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ഓർമ്മയിൽ വച്ചേക്കണം, ഏത് വശത്തുകൂടെ പോകാനാണ് എളുപ്പം എന്ന് കരുതിയിരിക്കണം എന്ന് പറയാനാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനവിടെ ചെന്നു, രാവണനോട് സംസാരിച്ചു, രാവണൻ എന്നെ കൊന്നുകളയാൻ പറഞ്ഞു. അപ്പോഴാണ് വിഭീഷണൻ ചെന്ന് തടുത്തിട്ട് പറഞ്ഞു, അടയാളം കാണിച്ചു വിട്ടാൽ മതി എന്ന് പറയുകയും അവരെൻ്റെ വാലിൽ തീ കൊളുത്തുകയും ഞാൻ വെറുതെ തീയും കൊണ്ടുപോയി കടലിൽ കുത്തി അണയ്ക്കുകയല്ല ചെയ്തത്, ഞാനത് മുഴുവനും അവിടുന്ന് തന്ന തീ അവിടെ തന്നെ കൊടുത്തിട്ട് വന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പേടിക്കണ്ട,
അവരുടെ സൈന്യത്തിൽ 1/4 ഞാൻ തീർത്തു. രാവണൻ്റെ മകൻ അക്ഷകുമാരനെ അടക്കം ഞാൻ കൊന്നു. രാവണൻ്റെ രാവണൻ്റെ ഹൃദയവും കരളുമാണ് ഇന്ദ്രജിത്തും അക്ഷനുമെങ്കിൽ ഞാൻ ഒന്നിനെ തീർത്തിട്ടുണ്ട്. രാവണന് പകുതി വീര്യം ഞാൻ കെടുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ശങ്കിക്കുകയേ വേണ്ട എന്ന് പറയുന്നു. വെച്ചാൽ ഉത്തമനായ ദൂതൻ എങ്ങനെയായിരിക്കണം? അംഗദൻ്റെ ദൂതനയക്കുന്ന ഒരു ഭാഗം കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്, അംഗദ ദൂത്. അതിൽ അംഗദൻ ചെയ്യുന്നത് നമുക്കറിയാം. ഈ രാക്ഷസന്മാർ അംഗദൻ്റെ വാലിൽ പറ്റി പഠിച്ചിരിക്കുക. കുഞ്ചൻ നമ്പ്യാർക്ക് തോന്നിയത് പഴക്കൊലയിൽ പഴം ഇരിക്കുന്നത് പോലെ, കാളാമുണ്ടത്തിൽ ഇങ്ങനെ പഴം ഇരിക്കുന്നത് പോലെയാണ്. അംഗദൻ ഇതിനെ ഈ മതിലിലെടുത്ത് ഈ വാലൊറ്റ അടി അടിക്കുന്നതായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അത്തരം അയുക്തികമായ കാര്യങ്ങളൊന്നും ഹനുമാൻ ചെയ്യുന്നില്ല. ഹനുമാൻ വളരെ ഡയറക്റ്റായി കാര്യങ്ങൾ ചെയ്യുന്നു. കൃത്യതയോടുകൂടി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പറഞ്ഞ സമയത്തിന് തൊട്ട് മുമ്പ് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഹനുമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സത്യത്തിൽ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ, ഒരു ദേശത്ത് ചെല്ലുമ്പോൾ, ആ ദേശത്തെ സർവതല സ്പർശിയായ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ വസ്തുതകളെ എങ്ങനെ ആധുനിക മനുഷ്യൻ തിരിച്ചറിയണം എന്നുകൂടി ഹനുമാൻ്റെ ഈ വിവരണ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ദേശത്തെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉൾക്കൊണ്ട് സംസാരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിന് നമ്മളും വിരാമമിടുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.